കടായി ചിക്കൻ തയ്യാറാക്കുന്നതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ബോണോട് കൂടിയിട്ടുള്ള 1.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വിനാഗിരി ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊരു 30 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ കറി വെക്കാൻ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും മുൻപേ തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ കറിയുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. അടുത്തതായിട്ട് നമുക്ക് കടായി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 10 അല്ലി വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടായി മസാല ഇതുപോലെ തയ്യാറാക്കിയാലാണ് നല്ല ടേസ്റ്റ് കറിക്ക്. അപ്പോൾ നിങ്ങൾ കടായി മസാല ഇതുപോലെ പ്രത്യേകം തയ്യാറാക്കുക തന്നെ ചെയ്യുക. അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് രണ്ടും ഒരുപാട് കരിക്കാനൊന്നും നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, നല്ല ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം മാത്രം പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇനി പൊടികൾ ചേർക്കരുത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. അതിനുശേഷം മാത്രമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. കൂടാതെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചാറ്റ് മസാലയാണ്. ഒരുവിധം എല്ലാ പലചരക്ക് കടകളിലും ചാറ്റ് മസാല വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇത് ചേർത്താൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് കാരണം ഇത് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇന്ന് ചാറ്റ് മസാല ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പക്ഷേ ഇവിടെ കറിക്ക് ഇത് കറക്റ്റാണ് കേട്ടോ. അത് കാരണം 2 ടേബിൾ സ്പൂണ് തന്നെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഓവറായിട്ട് പൊടിച്ചെടുക്കരുത്, ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. കടായി മസാലയും ചിക്കനും ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് കടായി ചിക്കൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. കടായി ചിക്കൻ എപ്പോഴും കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവുന്നതാണ് നല്ലത്. കൂടുതൽ ആളുകളും കടായി ചിക്കൻ തയ്യാറാക്കുന്നത് ചിക്കൻ വറുത്തെടുത്തിട്ടാണ്. നമ്മൾ ഇന്ന് വറുത്തെടുക്കാതെയാണ് കടായി ചിക്കൻ തയ്യാറാക്കുന്നത്. പക്ഷേ രുചിയിലൊന്നും ഒരു കുറവുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് കാരണം ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എണ്ണ ചൂടായി കിട്ടിയ ഇതിലേക്ക് 4 ഗ്രാമ്പൂ, 3 ഏലക്കായ, കുറച്ച് പട്ട, കറുവാപ്പട്ട ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ 5 സവാള നീളത്തിൽ നുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ ഒരു 6 എണ്ണം വെച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇത് നല്ല വലിയ സവാളയായ കാരണം 5 എണ്ണേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വാടി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കറിയിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഉള്ളി ഇതുപോലൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തേക്കണത്. 3 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നിട്ട് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. മൂടി ഒന്ന് തുറന്നു കൊടുക്കാം. ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി നുറുക്കിയത് ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ആയി കിട്ടിയാൽ അതിലേക്ക് കടായി മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ മുമ്പ് തന്നെ കടായി മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടായി മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ മിക്സാക്കുന്ന സമയത്ത് തന്നെ
നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരിക. അപ്പോൾ കടായി മസാല ഇതുപോലെ തയ്യാറാക്കിയ കടായി ചിക്കന് വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ ആരും ഇനി ഒരു സ്റ്റെപ്പും മിസ് ചെയ്യാതെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണം ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാൻ. തീരെ വെളിച്ചെണ്ണ ഇല്ലാതെ ആയിപ്പോയാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയണത്. മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗരം മസാലയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ കടായി മസാലയും സവാളയും എല്ലാതും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചിക്കനിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മൂടി കൊണ്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഈ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുനാരങ്ങ നീര് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വേണം. ഞാൻ ഇന്ന് കടായി ചിക്കൻ കുറച്ച് ഗ്രേവിയോട് കൂടായിട്ടുള്ള കടായി ചിക്കനാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഞാനിവിടെ ഒരു ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. എന്ത് ചൂടുള്ള കറി തയ്യാറാക്കുമ്പോഴും നിങ്ങൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാനായിട്ട് പാടുള്ളൂ. പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കൂടി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കി നോക്കാം. ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 75% കുക്കിംഗ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നെടു കീറിയിട്ട് ഒരു 4-5 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇട്ട കറി കാണാനും നല്ലൊരു ഭംഗിയാണ്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ലാസ്റ്റ് ചേർത്തിട്ടാണ് ഉണ്ടാവുക. കുറച്ച് നേരം കൂടി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതും മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും. കറി ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയും കൂടി വറ്റി കിട്ടിയാൽ നമ്മുടെ കറി കറക്റ്റായിട്ട് കിട്ടി. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇതെന്ന് പറയുന്നത്. ഈ സ്മെല്ല് നമുക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. പൊറോട്ട, പത്തിരി, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ് മാത്രമല്ല ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്, അത്ര അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ചേർക്കണില്ല. നമ്മൾ വീട്ടിൽ കിട്ടണ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ചേർക്കണുള്ളൂ. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ ഇതിൽ കുറച്ചും കൂടി മല്ലിയില ആവശ്യമാണെന്ന് തോന്നിച്ചെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഈ കറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വീണ്ടും രുചികരമായ വിഭവവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.